ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാന പ്രദേശങ്ങളിലൊന്ന്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിൽ ഇതിന് നിർണായക സ്ഥാനമുണ്ട്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അവസാനിപ്പിച്ച് ലഡാക്കിനെ പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റിയപ്പോൾ കൂടുതൽ സ്വയംഭരണ അവകാശവും അധികാരങ്ങളും കേന്ദ്ര സഹായവും ലഭിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 6 വർഷങ്ങൾക്കിടെ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടമായി. ഭൂപ്രദേശത്തെ ഖനനവും വൻകിട കമ്പനികളുടെ അശാസ്ത്രീയ നിർമ്മാണങ്ങളും പരിസ്ഥിതി ഹാനിയും തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതമാർഗം തടസ്സപ്പെടലും സംഭവിച്ചു. ഇതോടെ ലഡാക്കിലെ ജനങ്ങൾ രോഷത്തോടെയും നിരാശയോടെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടു. സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന കാൽനട യാത്രയും ഡൽഹിയിലെ നിരാഹാര സമരങ്ങളൊക്കെ ശ്രദ്ധേയവുമാണ്. 2024 LABയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്ന് പൂർണ്ണ ബന്ദ് നടത്തി. ലഡാക്ക് ജനതയുടെ പ്രധാന ആവശ്യങ്ങൾ സംസ്ഥാന പദവി, ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തൽ, 2 ലോക്സഭാ സീറ്റ്, തദ്ദേശീയ യുവജനങ്ങൾക്ക് തൊഴിൽ സംവരണം എന്നിവയാണ്. ബുദ്ധ വിഭാഗവും മുസ്ലിം സമൂഹവും ഒത്തുചേർന്ന് നടത്തിയ ഈ പ്രക്ഷോഭം BJPയുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക തന്ത്രത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനും വലിയ വെല്ലുവിളിയായി മാറി. ലഡാക്കിലെ ജനങ്ങളുടെ ഭൂമി, ജീവിതം, പരിസ്ഥിതി സംരക്ഷിക്കാനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പിക്കാനും വേണ്ടിയുള്ള പോരാട്ടം എന്നിവ ഇപ്പോഴും തുടരുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.